ഇമാജിൻ ദിസ്, നിങ്ങളൊരു യാത്രയിലാണ്. ബില്യൺസ് ഓഫ് ലൈറ്റ് ഇയേഴ്സ് നീണ്ട ഒരു യാത്ര. ഈ യാത്രയിൽ നിങ്ങൾ എല്ലാ നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും ക്ലസ്റ്ററുകളെയും പിന്നെ നിങ്ങൾ കണ്ടിട്ടും അറിഞ്ഞിട്ടുമുള്ള എല്ലാത്തിനെയും കടന്ന് മുന്നോട്ട് പോവുകയാണ്. അവസാനം നിങ്ങൾ നമ്മുടെ യൂണിവേഴ്സിന്റെ അവസാന എഡ്ജിൽ എത്തിച്ചേർന്നു. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒന്നുമില്ല, ഒരു ബൗണ്ടറി മാത്രം. അവിടെ നിങ്ങൾ ഒരു കല്ലെടുത്ത് ആ ബൗണ്ടറിയിലേക്ക് എറിഞ്ഞു. ഇനി സംഭവിക്കാൻ പോകുന്നത് റിയാലിറ്റിയെ പറ്റിയുള്ള നമ്മുടെ എല്ലാ സങ്കല്പങ്ങളെ ഒന്നാകെ മാറ്റിമറിക്കുന്നതാണ്. ആദ്യം നമുക്ക് ഫണ്ടമെന്റൽ ആയ ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. മോഡേൺ ഫിസിക്സ്, പ്രത്യേകിച്ചും ജനറൽ റിലേറ്റിവിറ്റി പ്രകാരം യൂണിവേഴ്സ് എന്ന് പറയുന്നത് സ്പേസിന്റെ ഉള്ളിലിരിക്കുന്ന ഒന്നല്ല, മറിച്ച് യൂണിവേഴ്സ് തന്നെയാണ് സ്പേസ്. ഇത് മനസ്സിലാക്കാൻ ഒരു ബലൂണിനെ പറ്റി ചിന്തിക്കുക. ആ ബലൂണിലെ ചുവപ്പ് ബിന്ദുക്കളാണ് ഗാലക്സികൾ. ബലൂൺ വീർപ്പിക്കുമ്പോൾ ഗാലക്സികൾ തമ്മിൽ അകലുന്നു. പക്ഷേ ആ ബലൂണിന് ഒരു സെന്ററുമില്ല, അതുപോലെ എഡ്ജ് എന്ന കൺസെപ്റ്റ് ബലൂണിന്റെ സർഫസിനുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയാണ് എഡ്ജ് എന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എവിടെയാണ് സ്പേസ് അവസാനിക്കുന്നത് എന്നാണ്. പക്ഷെ ഇതൊരു ഡേഞ്ചറസ് ക്വസ്റ്റ്യൻ കൂടിയാണ്. കാരണം സ്പേസ് അവസാനിക്കുന്നു എന്നാൽ ജോമെട്രിയുടെ റൂൾസും അവിടെ അവസാനിക്കുന്നു എന്നാണ് അർത്ഥമാകുന്നത്. നിങ്ങൾ ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതിന്റെ വലിപ്പം എത്രയാണെന്ന് അറിയാമോ? അതിന്റെ വ്യാസം, അതായത് ഡയമീറ്റർ, ഏകദേശം 93 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് ആണ്. അത് ബിഗ് ബാങ്ങിന് ശേഷം പ്രകാശം ഇതുവരെ സഞ്ചരിച്ച ദൂരമാണ്. പക്ഷേ അത് ഒരു എഡ്ജ് അല്ലെങ്കിൽ അതിർത്തിയല്ല, അത് നമ്മുടെ കാഴ്ചയുടെ ലിമിറ്റാണ്. നിങ്ങൾ ഫോഗിലൂടെ, അതായത് മൂടൽമഞ്ഞിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് വളരെ കുറച്ച് ഏരിയ മാത്രമേ കാണാൻ സാധിക്കൂ. പക്ഷെ അതിന്റെ അർത്ഥം നമ്മളുടെ കാഴ്ചക്കപ്പുറം ഒന്നുമില്ല എന്നല്ലല്ലോ. അതുകൊണ്ട് സയന്റിഫിക്കലി പറഞ്ഞാൽ നാം ഇതുവരെ പ്രപഞ്ചത്തിനൊരു എഡ്ജ് കണ്ടെത്തിയിട്ടില്ല. ഇപ്പോൾ നമുക്കൊരു ബോൾഡ് അസംപ്ഷൻ എടുക്കാം. യൂണിവേഴ്സിന് ഒരു എഡ്ജ് ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക. ഇപ്പോൾ വളരെ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ 3 പോസിബിലിറ്റീസ് തുറന്നു വരും. ഒന്നാമത്തെ സിനാരിയോ, എ കോസ്മിക് വാൾ. നിങ്ങൾ യൂണിവേഴ്സ് അവസാനിക്കുന്നിടത്ത് എത്തി. അവിടെ ഒരു ബൗണ്ടറി ഉണ്ട്, അത് സോളിഡ് ആണ്, ശരിക്കും എഡ്ജ് ഓഫ് ദ യൂണിവേഴ്സ്. ഇനി നിങ്ങൾ കയ്യിലുള്ള കല്ല് എറിഞ്ഞു. അത് എന്തിലെങ്കിലും ചെന്ന് തട്ടും, അല്ലേ? ആ കല്ല് അവിടെ തട്ടി തെറിച്ചു പോകാം, അല്ലെങ്കിൽ തട്ടി തകർന്നു പോകാം, അതുമല്ലെങ്കിൽ അവിടെ അബ്സോർബ് ആയി പോവുകയും ചെയ്യാം. എന്തു തന്നെ ആയാലും ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അത് ജനറൽ റിലേറ്റിവിറ്റി പറയുന്ന സ്മൂത്ത് സ്പേസ് ടൈമിനെ വയലേറ്റ് ചെയ്യും. കാരണം സ്പേസിന് ഇപ്പോൾ ഒരു ഹാർഡ് സ്റ്റോപ്പ് ഉണ്ട്. ഫിസിക്സിന് ഹാർഡ് സ്റ്റോപ്പുകൾ ഇഷ്ടമേ അല്ല. ഇനി സെക്കൻഡ് സിനാരിയോ, എ ബൗണ്ടറി ഓഫ് റിയാലിറ്റി. ഒരു മതിലിന് പകരം ഈ എഡ്ജ് എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷൻ ആയാലോ, അതായത് വെള്ളം ഐസായി മാറുന്നത് പോലെ. അതിനു പുറത്ത് തികച്ചും വ്യത്യസ്തമായ ഒരു റിയാലിറ്റി.
ഇത് മൾട്ടിവേഴ്സ് പോലെയുള്ള തിയറികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ കല്ലറിയാം. ആ കല്ല് എഡ്ജിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാവുന്ന ഫിസിക്സിന്റെ നിയമങ്ങളെല്ലാം മാറാൻ തുടങ്ങും. കല്ലിന്റെ ഉള്ളിലെ ആറ്റങ്ങൾ പോലും പ്രവർത്തിക്കുന്നത് ചിലപ്പോൾ നമുക്കറിയാവുന്ന രീതിയിലായിരിക്കണമെന്നില്ല. നമ്മുടെ കല്ല് ചിലപ്പോൾ ഡിസിൻറ്റഗ്രേറ്റ് ആവാം, ട്രാൻസ്ഫോം ചെയ്യപ്പെടാം, അതുമല്ലെങ്കിൽ സിംപ്ലി ഇല്ലാതെയാവാം. You are not hitting a wall. You are hitting the limits of the physics itself. ഇനി മൂന്നാമത്തെ സിനാരിയോ, ദ ഇൻവിസിബിൾ എഡ്ജ്. ഈ സിനാരിയോ ആണ് ഏറ്റവും അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. ഇവിടെ ഒരു വാൾ ഇല്ല, വിസിബിൾ ബൗണ്ടറി ഇല്ല, എന്നാലും നമുക്ക് അവിടെ കടക്കാൻ സാധിക്കില്ല. അത് ഒരു ബ്ലാക്ക് ഹോളിന്റെ ഇവന്റ് ഹൊറൈസൺ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ നിങ്ങൾ കല്ലെറിഞ്ഞാൽ ആ കല്ല് മുന്നോട്ട് പോകും, സ്ലോ ഡൗൺ ആവും. അത് നമ്മുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോഴാണ്. അവസാനം മാഞ്ഞും പോകും. അതിൽ നിന്ന് വരുന്ന പ്രകാശം സ്ട്രെച്ച് ചെയ്യും, റെഡ് ഷിഫ്റ്റ് ആവും, അപ്രത്യക്ഷമാവും. പിന്നെ അത് പോയി. കൂട്ടിയിടിയില്ല, ശബ്ദമില്ല, യാതൊരു വിവരവുമില്ല. പക്ഷെ ഈ മൂന്ന് സിനാരിയോകളെക്കാളും രസകരമായ മറ്റൊരു തിയറി കൂടിയുണ്ട്, ദ ലൂപ്പ്. ദ ലൂപ്പ് എന്താണെന്നാൽ പ്രപഞ്ചം ഒരു തുറന്ന ഇടം, അതായത് ഫ്ലാറ്റ് ആണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ പ്രപഞ്ചം ഒന്ന് വളഞ്ഞ് ഒരു ലൂപ്പായി മാറിയാൽ എന്ത് സംഭവിക്കും? ഒരു ക്ലോസ്ഡ് യൂണിവേഴ്സ്. ഇതിനെ പാക്മാൻ എഫക്റ്റ് എന്ന് വിളിക്കാം. പാക്മാൻ ഗെയിമിൽ നിങ്ങൾ സ്ക്രീനിന്റെ ഒരു സൈഡിലൂടെ പുറത്തു പോയാൽ മറ്റേ സൈഡിലൂടെ തിരിച്ചു വരുമല്ലോ. അതുപോലെ തന്നെ നിങ്ങൾ ആ എഡ്ജിൽ നിന്നൊരു കല്ലെറിഞ്ഞാൽ അത് ബില്യൺസ് ഓഫ് ഇയേഴ്സ് സഞ്ചരിച്ച് പ്രപഞ്ചം മുഴുവൻ കറങ്ങി അവസാനം നിങ്ങളുടെ തന്നെ പിന്നിൽ വന്നിരിക്കാം. ഇവിടെ എഡ്ജില്ല, പക്ഷേ പ്രപഞ്ചത്തിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സിന് ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ അതിനും അപ്പുറം എന്തെങ്കിലും ഉണ്ടായേ തീരൂ. അതാദ്യം മനസ്സിൽ ഉറപ്പിക്കുക. കാരണം അത് ഇതുവരെയുള്ള എല്ലാത്തിനെയും ചേഞ്ച് ചെയ്യും. അതിന്റെ അർത്ഥം പ്രപഞ്ചം എന്നാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ സർവവും അല്ലെങ്കിൽ എവ്രിതിങ് എന്നൊരു കൺസെപ്റ്റേ അല്ലാതായി മാറും. അത് മറ്റെന്തോ വലിയതിനുള്ളിലുള്ള ഒരു പ്രദേശം മാത്രമായി ചുരുങ്ങും. ചിലപ്പോൾ എ ഹയർ ഡയമെൻഷണൽ സ്പേസ്, അല്ലെങ്കിൽ എ മെറ്റാ റിയാലിറ്റി എന്നൊക്കെ പറയുന്നത് പോലെ. പക്ഷെ എന്തുകൊണ്ടാണ് മോഡേൺ സയൻസ് ഇത് അംഗീകരിക്കാത്തത്? മോഡേൺ കോസ്മോളജിയിൽ ചില അനുമാനങ്ങൾ, അതായത് അസംഷനുകളുണ്ട്. ഒന്ന്, യൂണിവേഴ്സ് ഹോമോജനസ് ആണ്, അതായത് അത് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. ഒരു കപ്പ് വെൽ മിക്സ്ഡ് കോഫി പോലെ എല്ലായിടത്തും സെയിം ടേസ്റ്റ്. അതുപോലെ യൂണിവേഴ്സ് ഐസോട്രോപിക് ആണ്, അതായത് എല്ലാ ഡയറക്ഷനിലും ഒരുപോലെയാണ്. ഈ ആശയങ്ങൾ വരുന്നത് ബിഗ് ബാങ് തിയറി അടിസ്ഥാനമാക്കിയുള്ള നിരീക്ഷണങ്ങളിൽ നിന്നും മോഡലുകളിൽ നിന്നുമാണ്. അപ്പോൾ അവിടെ ഒരു എഡ്ജ് വന്നാൽ ഈ അനുമാനങ്ങളെല്ലാം തെറ്റാവും. അതുകൊണ്ട് നമുക്ക് ഇന്ന് വരെ യൂണിവേഴ്സിന് ഒരു എഡ്ജ് ഉള്ളതായിട്ട് ഒരു തെളിവും കിട്ടിയിട്ടില്ല. അപ്പോൾ പ്രപഞ്ചത്തിന്റെ എഡ്ജിലേക്ക് ഒരു കല്ലെറിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന ചോദ്യത്തിന്റെ സത്യസന്ധമായ ഉത്തരം നിങ്ങൾക്കതിന് സാധിക്കില്ല എന്ന് തന്നെയാണ്. കാരണം അവിടെ ഒരു എഡ്ജുമില്ല, ബൗണ്ടറി ഇല്ല, ഔട്ട്സൈഡ് ഓഫ് ദ യൂണിവേഴ്സ് എന്നൊരു കൺസെപ്റ്റുമില്ല. പക്ഷേ എന്നെങ്കിലും ഒരു കാലത്ത് നമ്മൾ ഇത് കണ്ടെത്തിയാൽ അത് ഒരു ഡിസ്കവറി മാത്രമായിരിക്കില്ല, അതൊരു റെവല്യൂഷൻ ആയിരിക്കും.